മുസ്ലിങ്ങളിലെ പ്രബല വിഭാഗം സുന്നികളാണ്. അവർ ജനാധിപത്യ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നവരാണ്. അവർ ജമായത്ത് ഇസ്ലാമിയെ അംഗീകരിച്ചിട്ടില്ല. എപ്പോഴൊക്കെ UDF ദുർബലമാകുന്നു അല്ലെങ്കിൽ കുഴപ്പത്തിൽ ചാടുന്നു അപ്പോഴൊക്കെ സഹായവുമായി ജമാഅത്തെ ഇസ്ലാമി വരുന്നു. മുൻപൊക്കെ ഈ പിന്തുണ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം പരസ്യമായിട്ടാണ്. മുൻകാലത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയെ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിച്ച് പോരുകയാണ്. ഇപ്പോൾ പരസ്യമായിട്ടാണെന്ന് മാത്രം. തെറ്റായാലും വ്യാജവുമായ പ്രഖ്യാപനങ്ങൾ ചമയ്ക്കാൻ കഴിവുള്ള ശക്തരായ ബുദ്ധിജീവികളും സംഘടനാ സംവിധാനവും ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിന് ഇതൊക്കെ അറിയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. യഥാർത്ഥത്തിൽ CPM-ഉം BJP-യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? CPM-ഉം BJP-യും തമ്മിൽ രഹസ്യ സഖ്യമുണ്ടെന്ന പ്രചരണത്തിന് പിന്നിൽ ജമായത്ത് ഇസ്ലാമി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. CPM-നും മുസ്ലിം സമൂഹത്തിനുമിടയിൽ ഒരു വിടവ് സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമം. എന്നാൽ മുസ്ലിം സമുദായം ജമായത്ത് ഇസ്ലാമിയുടെ ആ കെണിയിൽ വീണിട്ടില്ലെന്ന് പിണറായി വിജയൻ എടുത്തു പറയുന്നുണ്ട്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയഗ്ലോസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. RSSുമായി സഹകരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം ഓർക്കണം. RSSുമായുള്ള സംഘട്ടനത്തിൽ CPMകാർക്ക് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. RSSന്റെ കൊലക്കത്തിക്ക് ഇരയായവരിൽ ബഹുഭൂരിപക്ഷവും CPMകാരാണ്. ഇത് ഇപ്പോഴും തുടരുകയുമാണ്. RSSനും ജമായത്ത് ഇസ്ലാമിക്കും ഒന്നാം നമ്പർ ശത്രു പിണറായി വിജയൻ ആണല്ലോ എന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരം വളരെ ലളിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഞങ്ങളാണ് യഥാർത്ഥ മതനിരപേക്ഷവാദികൾ. നമ്മൾ മതേതരത്വത്തിന്റെ വക്താക്കളാകുമ്പോൾ എല്ലാ വർഗീയ ശക്തികളും നമ്മളെ എതിർക്കും, മുഖ്യമന്ത്രി പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ RSS ഗൗരവമായ ശ്രമമാണ് നടത്തുന്നത്. ഒരു പ്രത്യേക സംഘടന തന്നെ ഇതിനായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതിനായുള്ള പ്രചരണത്തിനായി നല്ല പിന്തുണയും ഫണ്ടും ലഭിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF 2016 അധികാരത്തിലെത്തി 9 വർഷം പിന്നിടുമ്പോൾ രാഷ്ട്രീയ അഴിമതി തുടച്ചു നീക്കുന്നതിൽ റെക്കോർഡ് നേട്ടമെന്നാണ് പിണറായി അവകാശപ്പെടുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളിലെ മന്ത്രിമാർക്കെതിരെ കഴമ്പുള്ള ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആരോപണങ്ങൾ കോടതികൾ തന്നെ കുട്ടയിലിട്ടു. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത് കേസ് വഴിതിരിച്ച് ബിരിയാണി ചെമ്പിലും ഖുറാനിലും ഈന്തപ്പഴത്തിലുമായി കഥകൾ മെനഞ്ഞെങ്കിലും പിന്നെ മിണ്ടാട്ടമില്ലാതായി. DMRL കേസിലും ഒന്നും കണ്ടെത്താനായില്ല. ഡോക്ടർമാർ ഉൾപ്പെടെ കോവിഡ് പോരാളികളെ സംരക്ഷിക്കാൻ അടിയന്തര സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി PP കിറ്റ് വാങ്ങി. ലോകായുക്തയിൽ സർക്കാർ മറുപടി നൽകി. അഴിമതി കണ്ടെത്താനായില്ല. റോഡ് അപകടം കുറയ്ക്കാനും കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും സ്ഥാപിച്ച AI ക്യാമറ ഇടപാടിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അഴിമതി ആരോപിച്ചു. ക്യാമറ സ്ഥാപിച്ച കെൽട്രോണിന് തുക കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇരുവരും നൽകിയ ഹർജി നിലനിൽക്കുന്നതാണെങ്കിലും തുക നൽകാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇതാണ് CPM അവകാശവാദം. കിഫ്ബി മുഴുവൻ അഴിമതിയാണെന്നും മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അഴിമതി ആരോപണങ്ങൾക്ക് തെളിവില്ലായിരുന്നു. മസാല ബോണ്ട് നിയമപരമാണെന്നും RBIയുടെ അംഗീകാരത്തോടെയുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി. പാലക്കാട് എഥനോൾ നിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണമുയർത്തി. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സ്പിരിറ്റ് ലോബിക്കായാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതെന്ന് തെളിഞ്ഞു. ഇതോടെ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയെന്ന് CPM പറയുന്നുണ്ട്. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡിന് അനുകൂലമായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അധികൃതർ നിക്ഷേപം നടത്തിയെന്ന ആരോപണവും CPM തള്ളുന്നു. ഫിനാൻഷ്യൽ കോർപ്പറേഷന് ചട്ടമനുസരിച്ച് നിക്ഷേപം നടത്താനുള്ള അനുവാദമുണ്ട്. AA റേറ്റിംഗ് ഉള്ള സ്ഥാപനത്തിൽ നിന്ന് പലിശ സംബന്ധിച്ച കൊട്ടേഷൻ വിളിച്ചു വേണം നിക്ഷേപം നടത്താനെന്ന നിബന്ധന KFC പാലിച്ചിട്ടുണ്ട്. ഇത് തെളിഞ്ഞതോടെ ആരോപണം ഉപേക്ഷിച്ചു. K-ഫോൺ പദ്ധതിക്കായി ടെൻഡർ വിളിച്ചതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ടെൻഡർ തടയണമെന്നും ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. ഹർജി ആവശ്യമില്ലെന്ന് ടെൻഡറുമായി മുന്നോട്ടു പോകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയെന്നും CPM പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയത് CPM-ഉം BJP-യും തമ്മിൽ രഹസ്യ സഖ്യമുണ്ടെന്ന പ്രചരണത്തിന് യാതൊരു കഴമ്പും ഇല്ലെന്നാണ്.
മനഃപൂർവ്വം മെനഞ്ഞെടുക്കുന്ന കള്ളങ്ങൾ കൊണ്ട് എല്ലാവരെയും തമ്മിൽ അടുപ്പിക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞു നിർത്തി മുഖ്യമന്ത്രി.